നമസ്കാരം. ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. 2023-24 ആയിട്ട് നടന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വന്നതുകൊണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ കാവേരി കേട്ടോ. എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ദൗത്യത്തിനെ പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ കാവേരിയാണ്. ആ ദൗത്യത്തിൽ പങ്കാളിയായ നാവികസേനയുടെ കപ്പലിൻ്റെ പേരെന്താണ്? INS സുമേധ. എന്താണ് ആ കപ്പൽ? INS സുമേധ. ഇനി സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ പാം ട്രീ. അപ്പോൾ ഓപ്പറേഷൻ പാം ട്രീ ചിന്തിക്കുക. ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ പരിശോധന. അടുത്ത് നോക്കൂ, CBIയുടെ നേതൃത്വത്തിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി നടത്തുന്ന പരിശോധന. എന്താണ്? CBIയുടെ നേതൃത്വത്തിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2 കേട്ടോ. ഏതാണ്? ഓപ്പറേഷൻ ചക്ര 2. അടുത്തതായി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കേട്ടോ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഗംഗ. എന്താണ്? ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതെന്നായിരുന്നു? 2022 ഫെബ്രുവരി 24 കേട്ടോ. എന്നാണ്? 2022 ഫെബ്രുവരി 24 കേട്ടോ. അടുത്തത്, ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തുന്ന മിഷനാണ് വന്ദേ ഭാരത് കേട്ടോ. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തുന്ന മിഷനാണ് വന്ദേ ഭാരത്. ഇനി ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി കേട്ടോ. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ, എന്താണ് പേര് ഓരോന്നും ആലോചിക്കുക. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ പ്രീവിയസ് ആണ്. ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഓപ്പറേഷൻ അജയ്. എന്താണ്? ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ അജയ്. ഇനി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആരംഭിച്ചത് 2023 ഒക്ടോബർ 7 കേട്ടോ. 2023 ഒക്ടോബർ 7 യുദ്ധത്തെ ഹമാസ് വിശേഷിപ്പിച്ചത് അൽ അക്സ് ഫ്ലഡ് എന്നാണ് കേട്ടോ. അൽ അക്സ ഫ്ലഡ് എന്നാണ് യുദ്ധത്തെ ഹമാസ് വിശേഷിപ്പിച്ചത്. ഇനി യുദ്ധത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് അയൺ സൗഡ്സ് എന്നാണ്. യുദ്ധത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് അയൺ സൗഡ്സ് എന്നാണ്. യുദ്ധത്തെ പത്രക്കാരും രാഷ്ട്രീയക്കാരും വിശേഷിച്ചത് തേർഡ് ഇന്തിഫാദ എന്നാണ് കേട്ടോ. യുദ്ധത്തെ പത്രക്കാരും രാഷ്ട്രീയക്കാരും വിശേഷിപ്പിച്ചെന്നാണ് തേർഡ് ഇന്തിഫാദ എന്നാണ്. ഇനി റെസ്റ്റോറൻറ്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പ്, നമ്മൾ നേരത്തെ ഒരു GST വകുപ്പ് ഇവിടെ ആക്രി വ്യാപാരങ്ങളിൽ നടത്തിയത് നമ്മൾ പഠിച്ചു. അടുത്ത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ വ്യാപക ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫാനം. എന്താണ്? ഓപ്പറേഷൻ ഫാനം. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കേട്ടോ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകപ്പെട്ട ഒരു പേരാണ് ഓപ്പറേഷൻ ലൈഫ്. എന്താണ്? ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകപ്പെട്ട പേരെന്നാണ്? ഓപ്പറേഷൻ ലൈഫ് എന്നാണ്. ഇനി 2023 മാർച്ചിൽ
തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കുന്നതിനായി നടത്തിയ ദൗത്യം. കേട്ടോ, 2023 ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീ അണയ്ക്കുന്നതിനായി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സേഫ് ബ്രത്ത്. എന്താണ് ഓപ്പറേഷൻ സേഫ് ബ്രത്ത് എന്നാണ് കേട്ടോ. ഇനി ഓപ്പറേഷൻ സമുദ്രഗുപ്ത ഏതൊക്കെ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രം വഴി നടത്തുന്ന ലഹരിക്കടത്ത് തടയുന്നതിനായി ആരൊക്കെയാണ്? ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. അപ്പൊ ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം വഴി നടത്തുന്ന ലഹരിക്കടത്ത് തടയുന്നതിനായി ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. ഇനി 2023 സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. എന്താണ്? 2023 സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. 2023 സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ്. അപ്പോൾ എവിടെയാണ്? സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വനജ്. കൂടാതെ സംസ്ഥാനത്തെ മൃഗ ആശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണെങ്കിൽ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. അപ്പോൾ എവിടെയാണ്? പട്ടികവർഗ വികസന വകുപ്പുകൾ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വനജ്. സംസ്ഥാന മൃഗാശുപത്രിയിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത. കേട്ടോ, പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത. അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷൻ. എന്തിനാണ്? അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഗരുഡ. കേട്ടോ, അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗരുഡ എന്ന് ഓർമ്മിക്കുക. ഇനി സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹനം, എക്സൈസ്, മൃഗസംരക്ഷണ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹനം, എക്സൈസ്, മൃഗസംരക്ഷണ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്ന പേരിലാണ്. ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ. കേട്ടോ, എന്താണ്? ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധന ഓപ്പറേഷൻ ചക്രവ്യൂഹ. കൂടാതെ 2023 സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ, എവിടെയാണ്? ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ മറ്റൊരു പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. എന്താണ് പേര്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. കേട്ടോ, ഇനി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. എന്താണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്.
2023 ആമസോൺ വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. കേട്ടോ, 2023 വനത്തിലകപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി തമിഴ്നാട് പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മിസ്സിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ 10 വർഷത്തിനിടെ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി തമിഴ്നാട് പോലീസ് ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? ഓപ്പറേഷൻ മിസ്സിംഗ് ചിൽഡ്രൻ. ഇനി അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധന എന്താണ്? അതാണ് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ യെല്ലോ. എന്താണ്? ഓപ്പറേഷൻ യെല്ലോ. കൂടാതെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. ഇനി മോട്ടോർ വാഹന വകുപ്പിൽ ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി RT ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജാസൂസ്. കേട്ടോ, ഓപ്പറേഷൻ ജാസൂസ്. എന്താണ്? മോട്ടോർ വാഹന വകുപ്പിൽ ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നു എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി RT ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ജാസൂസ്. ഓപ്പറേഷൻ ജാസൂസ്. ഇനി കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതി. കേട്ടോ, കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. എന്താണ്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഇനി ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെടുക്കാനായി ഇന്ത്യ നടത്തിയ ഒരു രക്ഷാദൗത്യമുണ്ട്. കേട്ടോ, ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. കേട്ടോ, അപ്പോൾ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെടുക്കാൻ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.